നിങ്ങളും കണ്ട ദർശനം സംഭവിക്കുമോ? സംഭവിക്കും. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുകയാണ്. അത് വരും നിശ്ചയം. ദർശനം കണ്ട വ്യക്തികൾ ആ ദർശനത്തിനൊപ്പം മുന്നോട്ട് സഞ്ചരിക്കും. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയും അത് വൈകി എന്ന് വിചാരിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല. വൈകിയാലും അത് വരും നിശ്ചയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദർശനം ദൈവം നൽകുന്നതാണ് എന്നതാണ് മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ദർശനങ്ങൾ ഏറെയുണ്ട്. ഞാൻ ഇന്നും ആ ദർശനങ്ങളുടെ പുറകെ പോകും. എനിക്ക് വലിയ ദർശനങ്ങൾ ദൈവം തന്നിട്ടുള്ളതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ ദർശനത്തിനെതിരെ കല്ലെറിഞ്ഞവരുണ്ട്. ആ ദർശനത്തിനെതിരെ കുഴിവെട്ടിയെറിഞ്ഞവരുണ്ട്. ആ ദർശനത്തെ കത്തികാട്ടി ഭീതിപ്പെടുത്തിയവരുണ്ട്. ആ ദർശനത്തെ മങ്ങുവാൻ ഊഴിവാരി എറിഞ്ഞവരുണ്ട്. ആ ദർശനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ചുവരെഴുത്തുകൾ എഴുതി അഥവാ നമ്മുടെ മനസ്സ് പഠിപ്പിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചവരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം നടുവിൽ 2026 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എനിക്ക് പറയുവാനുള്ള കോൺഫിഡൻസ് ദൈവം തന്നു. ദൈവം നൽകിയ ദർശനത്തെ ആർക്കും തച്ചുടയ്ക്കുവാൻ സാധ്യമല്ല. യോസേഫിന് ഒരു ദർശനം ദൈവം കൊടുത്തു. ആ ദർശനം സാക്ഷാത്കരിക്കേണ്ടതിന് യോസേഫ് ചെയ്തത് പ്രതിസന്ധികളിലും തളർന്നു പോകാതെ, പരാതികൾ വന്നിട്ടും കേസുകൾ വന്നിട്ടും കോടതിയിൽ കയറേണ്ടി വന്നിട്ടും ജയിലറയിൽ അടയ്ക്കപ്പെടേണ്ടി വന്നിട്ടും തന്റെ ദർശനത്തെ ആർക്കും ചൂഷണം ചെയ്യുവാൻ, പിഴുതെറിയുവാൻ ആർക്കും സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദർശനം ഇന്ന് കണ്ടാൽ നാളെ നടക്കുന്നതല്ല. ദർശനം ഇന്ന് കണ്ടാൽ നാളെ കഴിഞ്ഞ് നടക്കുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത്. ദർശനത്തിന് ഒരവധിയുണ്ട്. ആ അവധി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആത്മീക ദർശനം എന്ന് പറയുന്നത് അത് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പൂവണിയണമെന്നില്ല. പറയാം, അബ്രഹാമിന് ദൈവം കൊടുത്ത ദർശനം, സാറായിക്ക് ദൈവം കൊടുത്ത ദൈവശബ്ദം, ഇതെല്ലാം കൂടെ കണക്കിലെടുത്താൽ ഏതാണ്ട് 25 വർഷം കഴിഞ്ഞു ആ ദർശനം പൂവണിയുവാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മറക്കരുത്, നിങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. വാഗ്ദത്തം ദൈവം ചെയ്തവൻ, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കുവാനും ഉറയ്ക്കുവാനും കഴിയണം. ഞാൻ വാക്കുകളിലൂടെ പരിമിതപ്പെടുത്തുന്നു. ദർശനം ഇല്ലാതെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദർശനം പ്രാപിക്കണം. ദർശനം പ്രാപിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ദർശനം പ്രാപിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ താണിരിക്കണം. ദൈവസന്നിധിയിൽ കരയണം. പറയാം, ദൈവത്തിന്റെ ദാസനായ യെഹെസ്കേൽ പ്രവാചകൻ ദർശനത്തിന് വേണ്ടി എവിടെയിരുന്നു എന്നുള്ളത് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദർശനത്തിന് വേണ്ടി സ്തോത്രം. ഈ യെഹെസ്കേൽ പ്രവാചകൻ കെബാർ നദികളുടെ തീരത്ത് അവിടെ പോയിരുന്നു. കെബാർ എന്ന നദിയുടെ തീരത്ത് പോയി ഇരുന്നു. സ്തോത്രം. അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചപ്പോൾ അവിടെ വെച്ച് ദൈവം നൽകിയ ദർശനം സാക്ഷാത്കരിക്കുവാൻ, അത് കാണുവാൻ യെഹെസ്കേൽ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. എത്ര പേരത് വിശ്വസിക്കുന്നു? ഈ യെഹെസ്കേൽ പ്രവാചകൻ ദർശനത്തിന് വേണ്ടി ഇരുന്നത് കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഇനി വളരില്ല, തളർപ്പുണ്ടാകില്ല, ഇനി ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് ചിന്തിച്ചിരുന്നതായ ആ ഇസ്രായേൽ ജനത്തിന്റെ തകർച്ചയിൽ നിന്ന് അവരെ ഉയർത്തുവാൻ ദർശനം ലഭിച്ച യെഹെസ്കേലിന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. ഇതാ 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ താഴ്വരയുടെ പരപ്പിലേറ്റ് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൂമ്പാരങ്ങളെ നോക്കിക്കൊണ്ട് പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, പ്രവാചക, ഈ നിന്റെ കൺമുമ്പിൽ കാണുന്ന ഈ അസ്ഥികളുണ്ടല്ലോ, ഒരു കാലത്ത് ജീവൻ വെച്ച്
വളരെ ശക്തിയായി മുന്നോട്ട് പോയിരുന്നവരാണ്. ഇതെല്ലാം അതപ്പതിച്ചു പോയി. ഈ അതപ്പതിച്ചത് ഇനിയും അനുഗ്രഹത്തിന്റെ പാതാവിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ എന്നല്ല, ആ അർത്ഥം അങ്ങനെയല്ല. യഹോവേ, നീ അറിയുന്നു, എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്, നീ അറിയുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞ യെഹെസ്കേൽ പ്രവാചകന്റെ വാക്ക് ശബ്ദം കേട്ട സ്വർഗ്ഗത്തിലെ ദൈവം അവനോട് പ്രവചിക്കാൻ പറഞ്ഞു. കാറ്റിനോട് പ്രവചിച്ചു. നോക്കണം, ദൈവം ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി ഉണങ്ങിക്കിടന്ന അസ്ഥി കൂമ്പാരങ്ങളുടെ മേൽ ജീവൻ വെപ്പിച്ച് അതിനെ വലിയൊരു സൈന്യമാക്കി തീർന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദർശനം പൂവണിയാൻ പോവുകയാണ്. ദർശനം തന്ന സ്ഥാനത്ത് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ദർശനം കേട്ടു, ഞാനത് മറന്നുപോയി എന്നുള്ളതല്ല. ദർശനം ദൈവം നൽകിയതാണെങ്കിൽ അത് സമാപ്തിയിലേക്ക് വരുത്തുവാൻ ദൈവം മതിയായവനാണ്. 2026 നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ ദർശനം പൂവണിയാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും, ഈ അടയാളങ്ങൾ നടക്കുമെന്ന് വസ്തുത ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ദർശനം നൽകിയവൻ സർവശക്തനായ ദൈവമാണ്. ആ ദർശനം മറക്കരുത്. ദർശനം ദിവസവും മുൻപിൽ കാണണം. ആ ദർശനം കണ്ടുകൊണ്ട് വേണം മറ്റുള്ളവരോട് സംസാരിക്കുവാൻ. ആ ദർശനം കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. ആ ദർശനം കണ്ടുകൊണ്ട് വേണം നാം ശുശ്രൂഷ ചെയ്യുവാൻ. ആ ദർശനം കണ്ടുകൊണ്ട് വേണം പ്രതികൂലങ്ങളുടെ നടുവിൽ നടക്കുവാൻ. ദർശനം കണ്ടുകൊണ്ട് വേണം നമ്മളെ ആക്ഷേപിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുവാൻ. ദർശനം കണ്ടുകൊണ്ട് വേണം നമ്മളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുവാൻ. ദർശനം കണ്ടുകൊണ്ട് വേണം നമ്മളെ ആക്രമിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുവാൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ നടുവിൽ സ്വർഗം ഇറങ്ങി വരുന്നത് കണ്ണാലെ കാണും. ഇത് എത്ര പേര് വിശ്വസിക്കുന്നു? ഏറ്റെടുക്കുക. അങ്ങനെ സംഭവിക്കും.